നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന നടത്തി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുകയാണ് കോടാലി കൊരേച്ചാലിലെ ഒരു കൂട്ടം മേള വിദ്യാർത്ഥികൾ. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥ തിരുനാൾ കൊടിയേറി. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര മൈതാനിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുത്തു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടർ പരിശോധന നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി ഗതാഗത മാനേജ് കമ്മിറ്റി രൂപീകരിച്ചത്. RTO, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ അംഗങ്ങളാണ്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങൾ ആമ്പല്ലൂർ, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് കണ്ടെത്തിയ കളക്ടർ സർവീസ് റോഡുകളുടെ പണി വേഗത്തിലാക്കാൻ NHAIക്ക് കർശന നിർദ്ദേശം നൽകി. ആമ്പല്ലൂരിൽ വെളിച്ചക്കുറവ് കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായത് ഉടൻ പരിഹരിക്കണമെന്നും നിർദ്ദേശിച്ചു. മുരിങ്ങൂരിൽ ഓട നിർമ്മാണത്തിലെ അപാകതകൾ മൂലം വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ടെന്ന നാട്ടുകാരുടെ പരാതി പരിഹരിക്കാൻ നിർദ്ദേശം നൽകി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കളക്ടർ അറിയിച്ചു. ഇതിനു മുൻപ് വിവിധ യോഗങ്ങളും സന്ദർശനങ്ങളും നടത്തുകയും അത് പാലിക്കാതെ വന്നപ്പോൾ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഏപ്രിൽ മാസത്തിൽ ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നു. ഇതിന് തുടർച്ചയായി വിവിധ ഹർജികളുടെ ഭാഗമായി ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി നിർത്തിവച്ചത്. ഈ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച മുതൽ പകൽ സമയത്തും തിരക്കേറിയ സമയങ്ങളിലും ദേശീയപാതയിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. NHAI, പോലീസ്, RTO എന്നിവരെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി ട്രയൽ റൺ നടത്തും. ഗതാഗതം വഴിതിരിച്ചു വിടുന്നത് സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കാനും അറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകാനും നിർദ്ദേശിച്ചു. ആമ്പല്ലൂരിലെ സന്ദർശനത്തിൽ KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റൂറൽ SP B കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ GK പ്രദീപ്, RTO അനന്തകൃഷ്ണൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. മുരിങ്ങൂരിൽ സനീഷ് കുമാർ ജോസഫ് MLAയും ഉദ്യോഗസ്ഥരോടൊപ്പം പങ്കെടുത്തിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 212 പോയിന്റോടെ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ 2ാം സ്ഥാനവും 172 പോയിന്റോടെ ശ്രീനാരായണ വിദ്യാമന്ദിർ കോടാലി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന ജില്ലാ ശാസ്ത്രമേള തൃശൂർ CMET സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റി ഐസ് ക്യൂബ് കത്തിച്ചുകൊണ്ട് വേറിട്ട ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ KR വിജയലക്ഷ്മി സ്വാഗതം ആശംസിച്ചു. ജില്ലാ സെക്രട്ടറി MV വിനോദ്, വൈസ് പ്രസിഡന്റ് C രാഗേഷ്, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ് എന്നിവർ സംസാരിച്ചു. 53 ഇനങ്ങളിലായി 28 വിദ്യാലയങ്ങളിൽ നിന്ന് 700-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ശ്രീകാന്ത് ഗുരുപദം, സൗമ്യ സുരേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോക്കി നിന്നവയാണ് എന്ത് ചെയ്തത്, അതിനൊരു തുടക്കം കുറിച്ചത്. ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോ കാണുന്ന ചെറിയ ഗോളങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കി, അതിന് ചന്ദ്രനായി, സൂര്യനായി. പിന്നീട് എന്ത് പറ്റി? ഒരു വലിയ ഗലീലിയോ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? എന്താണ് കണ്ടുപിടിച്ചത് ഗലീലിയോ?
ടെലസ്കോപ്പ്. ശരി. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നു വിദ്യാർത്ഥികൾ. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നത് കോടാലി കൊരേച്ചാലിലെ ഒരു കൂട്ടം മേള വിദ്യാർത്ഥികളാണ്. പഞ്ചാരിയുടെ പതികാലം മുതൽ 5 കാലവും കൊട്ടിക്കയറാൻ 9 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള 11 പേർ തയ്യാറെടുക്കുന്നു. 1 വർഷത്തോളം നീണ്ടുനിന്ന പരിശീലനത്തിന് പരിസമാപ്തി കുറിച്ചാണ് 11-അംഗ സംഘം ഞായറാഴ്ച വൈകുന്നേരം കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്ര സന്നിധിയിൽ മേളകലയുടെ വിസ്മയ ലോകത്തേക്ക് കൊട്ടിക്കയറുന്നത്. പഞ്ചാരിമേളം അഭ്യസിക്കണമെന്നുള്ള ബാല്യകാലത്തെ ആഗ്രഹം 65-ാം വയസ്സിൽ സാക്ഷാത്കരിക്കാനായതിന്റെ ആഹ്ലാദം ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് താൻ അരങ്ങേറ്റത്തിനൊരുങ്ങുന്നതെന്ന് മേള പഠിതാക്കളിൽ ഒരാളായ കുരേച്ചാൽ സ്വദേശി പത്മസുന്ദരൻ പറഞ്ഞു. ഞാൻ പത്മസുന്ദരൻ, കുട്ടൻ എന്ന് പറഞ്ഞാലാണ് മിക്കവരും അറിയുള്ളൂ. എനിക്കിപ്പോൾ 65 വയസ്സായി. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് മേളകലകളോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ അന്നൊന്നും എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ. പ്രശസ്ത വാദ്യകലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലാണ് മേള പരിശീലനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വിജയദശമി നാളിൽ ക്ഷേത്രനടയിൽ ആരംഭിച്ച പരിശീലനത്തിൽ സ്ത്രീകളടക്കം 40ഓളം പേർ ഉണ്ടായിരുന്നു. വിവിധ കാരണങ്ങളാൽ പലർക്കും പരിശീലനം തുടരാനായില്ല. ഞായറാഴ്ച വൈകുന്നേരം 6-ന് കൊരേച്ചാൽ ക്ഷേത്രനടയിൽ നടക്കുന്ന അരങ്ങേറ്റമേളം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. കുറുംകുഴൽ വിദ്വാൻ കൊടകര അനൂപ്, കൊമ്പുവാദകൻ മച്ചാട് പത്മകുമാർ, വലംതലയിൽ കുഴൂർ ബാലൻ, ഇലത്താളത്തിൽ കല്ലൂർ രഘു എന്നിവർ ഉൾപ്പെടെ സഹമേളക്കാരും അരങ്ങേറ്റമേളത്തിൽ അണിനിരക്കും. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ തിരുനാൾ കൊടിയേറി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥ തിരുനാളിനാണ് കൊടിയേറിയത്. മൂന്നുമുറി ഇടവക മുൻ വികാരിയും മേലൂർ പള്ളി വികാരിയുമായ ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ വിശുദ്ധ കുർബാനയ്ക്കും കൊടിയേറ്റത്തിനും നവേനയ്ക്കും നേതൃത്വം നൽകി. ഇടവക വികാരിയായ ഫാദർ തോമസ് വിളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചുവല്ലൂർ, ഫാദർ ജിജോ വലിയകണ്ടത്തിൽ, കൈക്കാരന്മാരായ തോമസ് വള്ളിയാംതടത്തിൽ, ആന്റോ ഓട്ടോക്കാരൻ, ബെന്നി വെള്ളച്ചാലിൽ, ജനറൽ കൺവീനറും കൈക്കാരനുമായ ബേബി കണ്ണമ്പിള്ളി, മീഡിയ കൺവീനർ നൈജോ ആന്റോ എന്നിവർ സന്നിഹിതരായിരുന്നു. 10 ദിവസം തിരുനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും വൈകിട്ട് 5 മണിക്കുണ്ടായിരിക്കും. ഓഗസ്റ്റ് 31 ഞായറാഴ്ചയാണ് തിരുനാൾ. അന്നേ ദിവസം രാവിലെ 8 മുതൽ ഊട്ടുനേർച്ച വിതരണം ഉണ്ടായിരിക്കും. ദേശീയപാതയിലെ ഗതാഗത തടസ്സം നിരീക്ഷിക്കാനെത്തിയ കളക്ടർക്കു നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സ്ഥലം സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർക്കെതിരെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും വൻ പ്രതിഷേധം ഉളവാക്കിയത്. ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ, തഹസിൽദാർ, RDO അടക്കമുള്ള സംഘം സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് നാട്ടുകാരുടെ വലിയ ബഹളമുണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ തിരിച്ചുപോയി. മുരിങ്ങൂരിലെ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ സമീപത്തെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശം സംഭവിച്ചിരുന്നു. ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന കാനയിലൂടെ വെള്ളം ശരിയായി പോകാൻ സാധിക്കില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയപ്പോൾ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ നിർമ്മാണ കമ്പനിയെ പിന്താങ്ങുന്ന രീതിയിൽ സംസാരിച്ചതോടെ വലിയ ബഹളമായി. പോലീസ് നാട്ടുകാരെയും ജനപ്രതിനിധികളെയും ശാന്തരാക്കി. കാന നിർമ്മിക്കാതെ നിർമ്മിച്ച പോലെ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കാനയിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ വെച്ചിരുന്ന ഇരുമ്പുകാലുകൾ മാറ്റാതിരുന്നത് വെള്ളം പോകാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലസേചന വകുപ്പിന്റെ കനാൽ ദിശ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് കാനയും മറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. മുരിങ്ങൂരിലെ കാന നിർമ്മാണത്തിലെ അപാകതകളും വിവിധ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടിനും പരിഹാരം കാണുമെന്ന് കളക്ടർ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ആഴ്ച മുതൽ പകൽ സമയത്തും ദേശീയപാതയിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. NHAI, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തി. ഗതാഗതം വഴിതിരിച്ചു വിടുന്നത് സംബന്ധിച്ച് കൃത്യമായ ദിശാ ബോർഡുകൾ സ്ഥാപിക്കും. MLA സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ GK പ്രദീപ്, RTO G. അനന്തകൃഷ്ണൻ, മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ K. അശോക് കുമാർ, കൊരട്ടി SHO അമൃതരംഗൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ പോളി പുളിക്കൻ, റിൻസി രാജേഷ്, PP പരമേശ്വരൻ, സതി ബാബു, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ AD സജി, രാജേഷ് മേനോത്ത്, ജോബി ഇമ്മാനുവൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C. വിനോദ് എന്നിവരും സ്ഥലത്തെത്തി കളക്ടറുമായി സംസാരിച്ചു.
അവരിതൊക്കെ പഠിച്ച് കോടാലി കൊറയിച്ചാൽ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷനായി. പൂക്കൃഷിക്ക് മേൽനോട്ടം വഹിച്ച ദിവാകരൻ കുറ്റിലിക്കാടനെ ആദരിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ, ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M രാജിത, കൃഷി അസിസ്റ്റന്റുമാരായ EB വിപിൻ, MK ജിഷ, ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീലാരാജൻ, ജിനേഷ് കൗങ്ങാപ്പിള്ളി, ജയൻ കർത്ത, രേഖ പ്രണേഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം വക 1 ഏക്കറോളം സ്ഥലത്ത് 2000-ഓളം ചെണ്ടുമല്ലികളാണ് കൃഷി ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന നടത്തി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുകയാണ് കോടാലി കൊറയിച്ചാലിലെ ഒരു കൂട്ടം മേള വിദ്യാർത്ഥികൾ. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥ തിരുനാൾ കൊടിയേറി. കോടാലി കൊറയിച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്ര മൈതാനിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.